ഹായ് ഓൾ, വെൽക്കം ടു ബിസിനസ് ഇന്ത്യ ലേണിംഗ് ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് തനിനാടൻ സിമ്പിൾ ആയിട്ടൊരു സംഭാഷണമാണ്. വേറെ ഒന്നല്ല, ഇപ്പൊ നമ്മൾ കുറച്ച് നാളായിട്ട് കാണാതിരിക്കുന്ന ഒരു വ്യക്തി, അത് ആരും ആയിക്കോട്ടെ, നമ്മൾ അവരോട് ചോദിക്കാല്ലേ, പെട്ടെന്ന് വഴിയിൽ വെച്ച് കാണാം, എവിടെ പോവാ, അല്ലെങ്കിൽ എവിടെയായിരുന്നു, കുറെ നാളായാലേ കണ്ടിട്ട് എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ല. നാടൻ ശൈലിയിൽ ഈ വക കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സംസാരിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാട്ടോ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, എവിടെ പോവാ എന്ന് നമ്മൾ ചോദിക്കും. നമുക്ക് പരിചയമുള്ള ഒരു വ്യക്തിനെ കുറെ നാളായിട്ട് കാണുവാണ്, പെട്ടെന്ന് നമ്മൾ കാണുമ്പോ എവിടെ പോവാ എന്ന് തന്നെയാണ് ചോദിക്കുക അല്ലെ. എവിടെ പോകുക ഇനി ചോദിക്കുന്നത് കഹാം ജാറേ, കഹാം ജാ രഹേ ഹോ അല്ലെങ്കിൽ കഹാം ജാറേ എന്ന് ചോദിച്ചാൽ മതി. എവിടേക്ക് പോവാണ്, കഹാം ജാറേ. അല്ലെങ്കിൽ എവിടെയായിരുന്നു, കുറെ നാളായാലോ കണ്ടിട്ട് എന്ന് ചോദിക്കുക അല്ലെ. അതെങ്ങനെയാ, എവിടെയായിരുന്നു, കഹാം തേ, കഹാം തേ, അബ് കഹാ തേ, താങ്കൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നതാ. അവിടെ ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് കേട്ടോ, ആപ്പെന്ന് ചോദിക്കാം, തുമ്മെന്ന് ചോദിക്കാം, നിങ്ങൾക്ക് ഏതാണ് ആപ്റ്റ് ആവണേ. തൂവെന്ന് മാത്രം ചോദിക്കണ്ട. ഓക്കെ, തുമ്മെന്ന് പറഞ്ഞാൽ നിങ്ങൾ, ആപ്പെന്ന് പറഞ്ഞാൽ താങ്കൾ, അത്രേ ഉള്ളൂ. തൂ എന്ന് പറഞ്ഞാൽ നീന്നായി പോയി, അതുകൊണ്ടാണ് ഞാൻ അത് ചോദിക്കേണ്ടതെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, തും കഹാത്തെ, നിങ്ങൾ എവിടെയായിരുന്നു, ബഹുത് ദിൻ ഹോ ഗയേ, ദേഖ് ബഹുത് ദിൻ ഹോ ഗയേ, എന്താണ്, കണ്ടിട്ട് ഒരുപാട് ദിവസമായല്ലോ. ദേഖ് കർ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട്, ബഹുത് ദിൻ ഹോ ഗയേ, ബഹുത് ദിൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് നാള് എന്ന് പറയുന്നതാ. ഹോഗയെ കഴിഞ്ഞല്ലോ എന്ന് ചോദിക്കുന്ന കേട്ടോ, ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ്. ദേഖ് ബഹുത് ദിൻ ഹോ ഗയേ, കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ, എവിടെയായിരുന്നു, കഹാം തേ എന്നാ ചോദിക്കാം. ഓക്കെ, ഇനിയിപ്പോ ചോദിക്കുകയാണ്, വീട്ടിലെല്ലാരും ഓക്കെ അല്ലേ, എങ്ങനെയാ, ഗർമേ സബ് ടീക്ക് ഹേ നാ, ഗർമേ സബ് ടീക്ക് ഹേ നാ. സിമ്പിൾ ആയിട്ട് ഗർമേ സബ് ടീക്ക് ഹേ നാ, എല്ലാരും ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ താങ്കൾക്ക് സുഖാണോന്ന് എങ്ങനെ ചോദിക്കാം, ആപ് കേസേ ഹോ, ആപ് കേസേ ഹോ അല്ലെങ്കിൽ കേസേ ഹേ, രണ്ടും ചോദിക്കാം കേട്ടോ. താങ്കൾക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുന്ന, അതെല്ലാവർക്കും അറിയുന്നതാണ്, എപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു സെന്റൻസ് അല്ലേ, ആപ് കേസേ ഹോ. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ഒന്ന് രണ്ട് വീട്ടുവിശേഷം കൂടി ചോദിക്കുകയാണെങ്കിൽ, മോനിപ്പോ എവിടെയാ, എങ്ങനെ ചോദിക്കുക, മോനിപ്പോ എവിടെയാ, മോനോ മോളോ ആരായിക്കോട്ടെ, എവിടെയാണെന്ന് ചോദിക്കല്ലേ നമ്മള്. അപ്പൊ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കാം. ഇവിടെ മോനിപ്പോ എവിടെയാ, ബേട്ടാ അബി കഹാം ഹേ, ഇവിടെയാണോ അല്ലെങ്കിൽ വെളിയിലാണോ അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെയായിരിക്കും നമുക്ക് ചോദിക്കേണ്ടി വരിക. അപ്പൊ ഇതാണ് മോൻ ഇപ്പോൾ എവിടെയാണെന്നാണ് ചോദിക്കണമെങ്കിൽ ബേട്ടാ അബി കഹാ ഹേ എന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, ഇനി മകളാണെങ്കിൽ ബേട്ടി, അത്രേ ഉള്ളൂ. അപ്പൊ അവര് പറയാണ്, മോൻ ദുബായിലാണ്, എങ്ങനെയാ പറയണ്ടേ. ഇപ്പൊ നമുക്ക് പറയേണ്ടി വരികയാണ്, മോൻ ദുബായിലാണ് അല്ലെങ്കിൽ മോള് ദുബായിലാണ്, എങ്ങനെയാ പറയാ, ബേട്ടി അല്ലെങ്കിൽ ബേട്ട ദുബായ് മേ ഹേ, അത്രേ ഉള്ളൂ, ബേട്ട ദുബായ് മേ ഹേ. അപ്പൊ നമ്മൾ ചോദിക്കല്ലേ, എപ്പോ പോയി, അറിഞ്ഞില്ലായിരുന്നല്ലോ, എപ്പോ പോയി, കബ് ഗയാ, കബ് ഗയാ, എപ്പോൾ പോയി, ഇത്രേ ഉള്ളൂ. കബ് എപ്പോൾ, ഗയാ പോയി, ഈ രണ്ട് സെന്റൻസ് കൂടി കൂട്ടി പറഞ്ഞു. കബ് ഗയാ എപ്പോൾ പോയി എന്ന് ചോദിക്കുന്ന. അപ്പൊ ആള് പറയാണ്, ഒരു വർഷം കഴിഞ്ഞു, ഒരു വർഷം കഴിഞ്ഞു, എങ്ങനെയാ പറയാ, എക് സാൽ ഹോ ഗയേ, എക് സാൽ ഹോ ഗയേ, എക് സാൽ ഹോ ഗയേ. അപ്പൊ നമ്മൾ ചോദിക്കല്ലേ, അവനവിടെ എന്ത് ചെയ്യാ, അവൻ അവിടെ എന്ത് ചെയ്യുകയാണ്, എങ്ങനെയാ പറയാ, വോ അല്ലെങ്കിൽ വഹ്, വഹ് എന്നുള്ളതാണ് നമ്മൾ വോ ഷോർട്ട് ചെയ്ത് പറയുന്നത് കേട്ടോ. വോ വഹാ ക്യാ കർത്താ ഹേ, അവനവിടെ എന്ത് ചെയ്യുകയാണ്, വോ വഹാ ക്യാ കർത്താ ഹേ. ഓക്കെ, അപ്പൊ പറയാണ്, അവനോട് ബിസിനസ് ചെയ്യാണ് അല്ലെങ്കിൽ അവനോട് ഒരു കമ്പനിയിൽ ജോലി ചെയ്യാണ് എന്നൊക്കെ ആയിരിക്കാം പറയണ്ടാവുക. ബിസിനസ് കർത്താ ഹേ എന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ എക് കമ്പനി മേ കാം കർത്താ ഹേ, ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്, എക് കമ്പനി മേ കാം കർത്താ ഹേ. മനസ്സിലാവുന്നുണ്ടോ. അതല്ല, ഇപ്പൊ മോന് ജോലി ആയോ എന്നാണെങ്കിൽ എങ്ങനെയാ ചോദിക്കുക, ബേട്ടാക്കോ നോക്കറി മില, ക്യാ ബേട്ടാക്കോ നോക്കറി മില. അവിടെ നൗക്കറി ആ ഒരു വേർഡ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സെന്റൻസ് പറഞ്ഞ. നൗക്കറി എന്ന് പറയുന്നതാണ് നമ്മൾ പ്രൊഫഷണൽ ജോബ് എന്ന് പറയുന്നത്. ജോബ് ഇപ്പോ വർക്ക് എന്ന് പറയാനായിട്ടാണെങ്കിലോ, ഞാൻ ജോലി ചെയ്യുകയാണ്, അതെന്താണ്, ആ ജോലിനെ പറയുന്നത് കാം എന്നാണ്. കാം, നോർമൽ ജോലികളെല്ലാം കാം എന്നാണ് പറയാ. പക്ഷെ ഒരു ജോലി കിട്ടുക അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ജോബ്, ജോബ് എന്ന് പറയുന്നത് നൗക്കറി. നൗക്കറി മില, മില എന്ന് പറഞ്ഞാൽ എന്താ, കിട്ടി എന്ന് പറയുന്നതാ. ക്ലിയർ ആവുന്നുണ്ടോ. ചോദിച്ചത് കിട്ടിയോ, ക്യാ ബേട്ടാക്കോ നൗക്കറി മില, അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് വന്നു. അപ്പൊ അത് കിട്ടിയോ, ക്യാ എന്നും കൂടി ഉണ്ട് ഫ്രണ്ടില്. കിട്ടി എന്ന് പറയാൻ മില, കിട്ടി എന്ന് പറഞ്ഞതാ. ഓക്കെ, എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ്, അവനോട് ഓക്കെ അല്ലേ, അവൻ അവിടെ ഓക്കെ അല്ലേ, എങ്ങനെ ചോദിക്കണ്ടേ, വോ വഹാ ടീക്ക് ഹേ നാ, ടീക്ക് ഹേ നാ. നേരത്തെ നമ്മൾ ചോദിച്ചു അല്ലെ, വീട്ടിലെല്ലാരും ഓക്കെ അല്ലേ, അത്രേ ഉള്ളൂ. വോ വഹാ
ടീക്കേന, അവനോട് ഓക്കെ അല്ലേ? ഇനി എന്നാ വരിക, അവൻ എപ്പോൾ വരും എന്ന് നമ്മൾ ചോദിക്കാം അല്ലെ? എങ്ങനെ ചോദിക്കുക? അവൻ എപ്പോൾ വരും? വോ കബ് ആയേക. കബ് ആയേക. കബ് എന്ന് പറഞ്ഞാൽ എപ്പോൾ, അതൊരു ക്വസ്റ്റ്യൻ വേർഡ് ആണ് അല്ലെ? അപ്പൊ വോ കബ് ആയേക, അവൻ എപ്പോൾ വരും എന്നുള്ളതാണ്. ഇപ്പൊ അതിന് മറുപടി ആയിട്ട് 1 വർഷം കഴിയും എന്നാണെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത ഓണത്തിന് വരും എന്നൊക്കെ നമ്മൾ മറുപടി പറയാം അല്ലെ? ഇവിടെ 1 വർഷം കഴിയും എങ്ങനെയാ? എക്സാൽ ഹോഗ. എക്സാൽ ഹോഗ, 1 വർഷമാകും അല്ലെങ്കിൽ 1 വർഷം എടുക്കും എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ. എക്സാൽ ഹോഗ. ഇനി അതല്ല, അടുത്ത ഓണത്തിന് വരും എങ്ങനെയാ പറയാ? അകലെ ഓണംക്ക് ആയേക. അകലെ ഓണംക്ക് ആയേക, അടുത്ത ഓണത്തിന് വരും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓണം എന്ന് പറഞ്ഞപ്പോഴാണ്. ഇനിയിപ്പോ നമ്മുടെ അടുത്ത ക്ലാസ് ഓണം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. ഓക്കെ, അപ്പൊ എല്ലാവരും അതിന്റെ തിരക്കിലായിരിക്കും എനിക്കറിയാം. ഒരുപാട് പേര് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർ, അതുപോലെ ഒരുപാട് പേരുടെ ഡെയിലി കമന്റ്സ് എല്ലാം കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഈ വർഷത്തെ ഓണം അടിച്ചു പൊളിക്കുക. ഹാപ്പി ഓണം. ഓക്കെ, അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ മറ്റൊരു സിറ്റുവേഷനിൽ നമ്മളിപ്പോ ചോദിക്കുകയാണ്, മോന്റെ വിവാഹം കഴിഞ്ഞോ എന്ന് ചോദിക്കാനാണെങ്കിൽ ഞാനൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാണ്. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ ക്ലാസ് പറയുന്നത്. കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട സെന്റൻസുകളൊന്നും അല്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ സംസാരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആണ് അല്ലെങ്കിൽ സെന്റൻസുകളാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് കുറച്ച് സ്പീഡായിട്ട് പറയുന്നേ ഉള്ളൂ. അതല്ല നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമന്റിൽ പറയണം കേട്ടോ. ഓക്കെ, ഇനി ഒരു മറ്റു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. മോന്റെ വിവാഹം കഴിഞ്ഞോ, അല്ലെങ്കിൽ മക്കളുണ്ടോ, അല്ലെങ്കിൽ മക്കൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതുപോലെ വൈഫ് എവിടെയാണ്, അല്ലെങ്കിൽ വൈഫ് എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാം അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള കുട്ടി 3-4 സെന്റൻസ് കൂടി നോക്കാം. ഓക്കെ, ഇപ്പൊ മോന്റെ വിവാഹം കഴിഞ്ഞു. ഇവിടെ വിവാഹം എന്ന് പറയുന്നത് ഷാദി എന്നാണ്. ക്യാ ബേട്ടയ്ക്ക് ഷാദി ഹുയി? ബേട്ടയ്ക്ക് ഷാദി ഹുയി. വിവാഹം എന്ന് പറയാം, ഈ മാരേജ് എന്ന് പറയുന്നത് ഷാദി എല്ലാവർക്കും അറിയാം അല്ലെ? അതൊരു സ്ത്രീലിംഗ വേർഡാണ്. അതുകൊണ്ടാണ് നമ്മൾ ബേട്ടയ്ക്ക് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ക്യാ ബേട്ടയ്ക്ക് ഷാദി ഹുയി? മോന്റെ വിവാഹം കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നതാ. ഇനി നമ്മൾ ചോദിക്കല്ലേ, കുട്ടികൾ? ബച്ചേ ബച്ചേ കിത്തനെ ബച്ചേ ഹേ? എത്ര കുട്ടികളാ? അവിടെ ഞാൻ ബച്ചേ എന്ന് മാത്രം ചോദിച്ചത് നമ്മൾ മലയാളത്തിൽ ചോദിക്കത്തില്ല, കുട്ടികള് എന്ന് ചോദിക്കത്തില്ലേ? അവിടെ അത്രേ ഉള്ളൂ, ബച്ചേ എന്ന് ചോദിച്ചാൽ മതി. കുട്ടികൾ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ട് അവിടെ. ഓക്കെ, ഇനി എത്ര കുട്ടികളാണ് എന്ന് ചോദിക്കുമ്പോ കിത്തനെ ബച്ചേ ഹേ? കിത്തനെ ബച്ചേ ഹേ? നമുക്ക് ചിലപ്പോ പെട്ടെന്ന് ഷാദി കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ അല്ലെ? അവിടെ നമുക്ക് എത്ര കുട്ടികളാണെന്ന് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ കുട്ടികളായോ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ബച്ചേ എന്ന് ചോദിച്ചത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, ഇവിടെ എത്ര കുട്ടികളാണ് എന്ന് ചോദിക്കാനാണെങ്കിൽ കിത്തനെ ബച്ചേ ഹേ? കിത്തനെ ബച്ചേ ഹേ? എത്ര കുട്ടികളാണ് എന്ന് ചോദിക്കുന്നത്. ഇനിയിപ്പോ ചോദിക്കല്ലേ, കൂടുതലും ചോദിക്കുന്നതാണ് വൈഫ് എന്താണ് ചെയ്യുന്നത്, ഭാര്യ എന്താണ് ചെയ്യുന്നത്. ഭാര്യനെ എന്താ പറയാ? പത്നി എന്നാണ് ഹിന്ദിയിൽ പറയാ. ഇനി ഹസ്ബൻഡിന് എങ്ങനെ പറയാ? പതി എന്നാണ് കേട്ടോ. പതി, പത്നി. ഇവിടെ പത്നി ക്യാ കർത്തി ഹെ? പത്നി ക്യാ കർത്തി ഹെ? ബീവി എന്നൊക്കെ പറയുന്നത് കേൾക്കാം കേട്ടോ. ഹിന്ദിക്കാര് പല രീതിയിലും പറയും. ഇവിടെ പത്നി, പത്നി ക്യാ കർത്തി ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന. അപ്പൊ പറയാണ് അവളും ദുബായിലാണ്. എങ്ങനെ പറയാ? ഓബി, ഓബി. അവനെന്ന് പറയാനും അവളെന്ന് പറയാനും വഹ് എന്നാണ് ഹിന്ദിയിൽ പറയുന്നത് കേട്ടോ. ഓബി ദുബായ് മേ ഹെ. അവളും, അവളും കൂടെ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ബി യൂസ് ചെയ്തത്. വോ ദുബായ് മേ ഹെ എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. ബേട്ട ദുബായ് മേ ഹെ, അവിടെ വോ മാത്രമേ പറഞ്ഞുള്ളൂ. ഇവിടെ വോ ബി, അവളും കൂടെ എന്നുള്ള അർത്ഥത്തിലാണ്. അവളും കൂടെ, അവനും കൂടെ എന്നൊക്കെ അർത്ഥം വരും. ഇവിടെ നമ്മൾ ചോദിച്ചത് പതിയല്ല പത്നിയാണ് അല്ലെ? വൈഫാണ്. അപ്പൊ അവളും ദുബായിലാണ്. വോ ബി ദുബായ് മേ ഹെ. ഇപ്പൊ അവിടെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം, അത് പറയണെങ്കിൽ അത് പറയാം. വോ ബി എ കമ്പനി മേ കാം കർത്തി ഹെ. എന്താണ്? അവളും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. എവിടെ? ദുബായില്. ദുബായ് മേ വോ ബി എ കമ്പനി മേ കാം കർത്തി ഹെ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കും അല്ലെ, മക്കളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ കുട്ടികളെ ആര് നോക്കും? കുട്ടികളെ ആര് നോക്കും എങ്ങനെ ചോദിക്കുക? കുട്ടികളെ എന്ന് പറയാനായിട്ട് ബച്ചോക്കോ എന്നാ പറയാം. ബച്ച എന്ന് പറഞ്ഞാൽ കുട്ടി, ബച്ചോക്കോ എന്ന് പറഞ്ഞാൽ കുട്ടികളെ എന്ന് പറയാനായിട്ടാണ്. ഓക്കെ, ബച്ചോക്കോ കോൺ ദേഖേഗ? കോൺ ദേഖേഗ? ആര് നോക്കും? ബച്ചോക്കോ കോൺ ദേഖേഗ? കുട്ടികൾ ആര് നോക്കും? അപ്പൊ ആ വ്യക്തി പറയാണ് കുട്ടികളെ നോക്കാനായിട്ട് ഒരു വേലക്കാരിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മെയ്ഡ് ഉണ്ട് എന്നൊക്കെ പറയല്ലേ. കുട്ടികളെ നോക്കാനായിട്ട് ഒരു വേലക്കാരി അല്ലെങ്കിൽ സെർവന്റ് എന്ന് പറയാനായിട്ട് നൗക്രാണി എന്നാ പറയാ കേട്ടോ. ഇവിടെ പുരുഷനാണെങ്കിൽ നൗക്കർന്നും സ്ത്രീ ആണെങ്കിൽ നൗക്രാണി. ആ ഒരു വേർഡ് പറയാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിപ്പോ ഈ ഒരു സെന്റൻസ് പറഞ്ഞു. ഓക്കെ, കുട്ടികളെ നോക്കുവാനായിട്ട് ഒരാളെ നിർത്തിയിട്ടുണ്ട്. ബച്ചോക്കോ ദേഖ്നെ കേലിയെ, നോക്കുവാൻ വേണ്ടി. കേലിയെ എന്ന് പറഞ്ഞാൽ വേണ്ടി. ബച്ചോക്കോ
देखने के लिए एक नौकरानी है. ഒരു വേലക്കാരി ഉണ്ട്, ഒരു സെർവന്റ് ഉണ്ട് എന്ന് പറയുന്നതാ. ഓക്കെ, അവിടെ സ്ത്രീ ആയതുകൊണ്ട് നോക്കറാണി. എക് നോക്കറേ എന്ന് പറഞ്ഞ എന്താണ്? ഒരു പുരുഷനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത്രേ ഉള്ളൂ. ബച്ചോക്കോ ദേഖ്നെ കെ ലിയേ എക് നൗകറാനി ഹെ. പിന്നെ പറയും, എനിക്ക് പോകാൻ സാധിക്കില്ല, നിനക്കറിയില്ല എന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്റെ ഇവിടുത്തെ ജോലികൾ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അവിടെ എങ്ങനെയാ? എനിക്ക് പോകാൻ സാധിക്കില്ല. മേ നഹി ജാ സക്തി. മേ നഹി ജാ സക്തി. മേ നഹി ജാ സക്തി. നിനക്കറിയാലോ. തുമേ പത്താ ഹേന. തുമേ പത്താ ഹേന. പല സിറ്റുവേഷനിൽ നമ്മൾ പറയുന്നല്ലേ, നിനക്കറിയാലോ എന്റെ കാര്യങ്ങള്, നിനക്കറിയാലോ. നിനക്കറിയാലോ. തുമേ പത്താ ഹേന യഹാക്ക കാം. ഇവിടുത്തെ ജോലി എന്നുള്ള അർത്ഥത്തിലാട്ടോ. യഹാക്ക കാം, ഇവിടുത്തെ ജോലി, ജോലികൾ എന്ന് പറയുന്നു. തുമേ പത്താ ഹേന യഹാക്ക കാം. ഓക്കെ, ഇത്രയൊക്കെ മതി. കുറെ കാര്യങ്ങൾ നമ്മളിന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ പറയാ, രണ്ടുപേരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നാ ശരി എങ്ങനെ പറയാ? ടീക്കെ ഫിർ. ടീക്കെ ഫിർ. ഓക്കെ, എന്നാ ശരി, ഞാൻ പോവുകയാണ്. മേ ജാറാം. മേ ജാറാം. ഇപ്പൊ സംസാരിക്കുന്ന വ്യക്തി ഈ നാട്ടിൽ തന്നെയാണല്ലോ. അപ്പൊ ആള് പറയാണ്, സോറി, ആളുടെ വീട്ടുകാരൊക്കെ ഇവിടെ തന്നെയാണല്ലോ. ഇപ്പൊ മോൻ വരാൻ നേരമായി, അല്ലെങ്കിൽ മോള് വരാൻ നേരമായി എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഹസ്ബൻഡ് വരാൻ നേരമായി എന്നൊക്കെ പറയാനായിട്ട്. ഇപ്പൊ മോൻ വരാൻ നേരമായി, ഞാൻ പോട്ടെ. മേ ജാറാവും, ഞാൻ പോവുകയാണ്. മോൻ വരാൻ നേരമായി എങ്ങനെ പറയാം? ബേട്ട ആനേക്ക സമയോകയ. ബേട്ട ആനേക്ക സമയോകയ. മേ ജാറാവും, ഞാൻ പോവാണ്. മോൻ വരാറായി. ബേട്ട ആനേക്ക സമയോകയ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഒരു സംഭാഷണങ്ങൾ അവസാനിപ്പിക്കുക. അതുകൊണ്ടാണ്. അപ്പൊ എന്താ പറയാ? എന്നാ ശരി, ഫിർ മിലേംഗെ. ഫിർ മിലേംഗെ, പിന്നെ കാണാം എന്ന് പറയുന്ന. ടീക്കെ ഫിർ മിലേംഗെ എന്താണ്? ശരി, പിന്നെ കാണാം. ഓക്കെ, അപ്പൊ ഇത്ര മതി. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വലിച്ചു നീട്ടി പറയുന്നില്ല. വളരെ ചെറിയ ക്ലാസ് ആണ്. നോർമൽ ആയിട്ട് നമ്മൾ ഒരാളെ കാണുമ്പോൾ സംസാരിക്കുന്നതാണല്ലേ. കുറച്ച് നാളായിട്ട് കാണാതിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ കയറി വരിക. ഒരുവിധ ആളുകൾക്കൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റി കാണുമായിരിക്കും ഇങ്ങനെയുള്ള സംഭാഷണങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ സംസാരത്തിന്റെ ഇടയിൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് സംസാരിക്കാൻ കഴിയത്തുള്ളൂ കേട്ടോ. എത്ര കാര്യങ്ങൾ നമുക്ക് അറിയാമെന്ന് പറഞ്ഞാലും നമ്മൾ ചെറിയ രീതിയിലൊക്കെ പ്രാക്ടീസ് സ്വയം ചെയ്താൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരിലേക്ക് ഇത് പറഞ്ഞ് ഫലിപ്പിക്കാനൊക്കെ തുടങ്ങാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പ്രാക്ടീസ് മുടക്കാതിരിക്കുക. ഇനിയും മുന്നോട്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പൊ അതനുസരിച്ച് ഞാൻ പ്രിപ്പയർ ചെയ്ത് ക്ലാസ്സുകൾ ചെയ്യാം. കൂടാതെ തന്നെ നമ്മുടെ ഈ ചാനലിൽ മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ ഇപ്പൊ ഒരു 50 days ക്ലാസ് റണ്ണിങ് ആണ്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇപ്പൊ ഹിന്ദി സംസാരിക്കാൻ പഠിച്ചിരിക്കുന്ന സമയത്ത് എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, ഒരു ധാരണയും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിട്ട് സ്റ്റാർട്ടിങ് മുതൽ ബേസിക് ക്ലാസ് മുതലുള്ള ഒരു സീരീസ് ആണ്. 50 days ക്ലാസ്സിംഗ് ആണ് ഇപ്പൊ റണ്ണിങ്. ഓൾറെഡി ഒരു 30 days ക്ലാസ് സീരീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോയിൻ ബട്ടൺ കാണും. അതിൽ 59 rupees സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 സീരീസും സ്റ്റാർട്ടിങ് മുതൽ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പിയാണ്. ഓക്കെ.